സാറേ, റഷ്യയുടെ ചില ഡ്രോണുകൾ പോളണ്ടിൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയിരിക്കുന്നു. അതായത് ഇറാൻ നിർമ്മിച്ച് നൽകിയ ഡ്രോണാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പോളണ്ട് കുറച്ച് ഭയപ്പെടേണ്ടതില്ലേ? നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പോളണ്ടിന് വല്ലാത്ത പേടിയുണ്ട്. കാരണം പോളണ്ടിൻ്റെ അതിർത്തിയിൽ മറ്റേ സൈനിക വിന്യാസം റഷ്യ നടത്തുന്നുണ്ട് അതിർത്തികളിൽ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പോളണ്ടിന് അതിൻ്റെതായ ഉത്കണ്ഠയുണ്ട്. പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്. മാത്രമല്ല, ആ കൂട്ടത്തിൽ പോളണ്ടാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്നത്, സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ. കാരണം നാറ്റോ രാജ്യങ്ങൾ 32 രാജ്യങ്ങൾ അമേരിക്ക സംരക്ഷിച്ചോളെന്ന് പറഞ്ഞിട്ട് വലിയ ആയുധങ്ങളൊന്നും അവർ വാങ്ങുന്നുണ്ടായിരുന്നില്ല. പ്രതിരോധ മേഖലയിൽ പണവും ചെലവാക്കില്ല. ഇല്ല. അപ്പൊ അമേരിക്ക പിന്നീട് പറഞ്ഞു GDP-യുടെ 2% നിങ്ങൾ ചെലവാക്കണം എന്ന് പറഞ്ഞിട്ട്. പോളണ്ടാണ് ഏതാണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇപ്പൊ ആയുധങ്ങൾ വാങ്ങി തുടങ്ങിയത്. അതുകൊണ്ടാണ് മോദി അടുത്ത കാലത്ത് പോളണ്ടിൽ പോയിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി അങ്ങോട്ട് പോവുകയായിരുന്നു. ഇത് റഷ്യയുടെയും ബെലാറൂസിൻ്റെയും ഭീഷണി പോളണ്ടിന് കാര്യമായിട്ടുണ്ട്. പോളണ്ട് തന്നെ, അതായത് യുക്രൈൻ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം പോളണ്ട് ആയിരിക്കും. പോളണ്ടിനെ ലെനിൻ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ആക്രമിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ. എന്നിട്ട് അവിടെ ഈ തലയോട്ടികളുടെ ഒരു കൂമ്പാരമൊക്കെ ഈ വംശഹത്യ എന്നൊക്കെ പറയുന്ന തരത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സോവിയറ്റ് യൂണിയനിലെ പോളണ്ടിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അവിടുത്തെ വാഴ്സയിലെ വിമാനത്താവളങ്ങൾ, വാഴ്സയിലെ നഗരത്തിലെ ചോപ്പിൻ വിമാനത്താവളം, വാഴ്സയിലെ മോദിലിൻ വിമാനത്താവളം, റിസോവ് വിമാനത്താവളം, ലുബ്ലിൻ വിമാനത്താവളം, ഇതൊക്കെ അടച്ചു പോളണ്ടിലെ. അതായത് പോളണ്ടിലേക്ക് റഷ്യയുടെ ഈ മറ്റേ ഷഹീദ് ഡ്രോണുകൾ, ഇറാനുമായിട്ട് ചേർന്ന് സംയുക്ത സംരംഭമായിരുന്നല്ലോ ഷഹീദ് ഡ്രോണുകൾ. എന്നിട്ട് ഇറാന് റോയൽറ്റി കൊടുക്കാതെ റഷ്യ തന്നെത്താനെ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷഹീദ് ഡ്രോണുകൾ. കുറേം കൂടിയൊക്കെ ആധുനികീകരിച്ചു. അപ്പോൾ ആ ഷഹീദ് ഡ്രോണുകളാണ് പോളണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് അവിടെ. കാരണം ഡ്രോണുകൾ ചെന്നല്ലോ. അതും ആക്രമണ ഡ്രോണുകളാണ്, നിരീക്ഷണ ഡ്രോണുകളല്ല, കോമ്പാക്ട് ഡ്രോണുകൾ. അതാണ് ഷഹീദ് ഡ്രോൺ എന്ന് പറയുന്നത്. ആക്രമിക്കാനുള്ള ഡ്രോണുകളാണ് പോളണ്ടിലേക്ക് ചെന്നിരിക്കുന്നത്. ഇത് ആദ്യം വാഴ്സ വിമാനത്താവളം അടച്ചു, പിന്നെയാണ് മറ്റു വിമാനത്താവളങ്ങൾ അടച്ചത്. അതിനുശേഷം പോളണ്ടിൻ്റെയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും വിമാനങ്ങൾ ചേർന്ന് അവിടെ വ്യോമമേഖലയിൽ പോളണ്ടിൻ്റെ അകത്ത് പട്രോളിംഗ് നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇനിയും റഷ്യൻ ഡ്രോണുകൾ വന്നാൽ ആക്രമിച്ച് വീഴ്ത്താൻ വേണ്ടി. അപ്പോൾ കരയിലും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകളുമൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. റഡാർ സംവിധാനങ്ങൾ അലർട്ട് ചെയ്തിട്ടുണ്ട് പോളണ്ടിൽ. യുക്രൈനിൽ വ്യോമാക്രമണത്തിന് ശേഷം ആണിത് ചെയ്തത്. യുക്രൈനിൽ വലിയ വ്യോമാക്രമണങ്ങൾ ഇല്ലേ, ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. അമേരിക്കൻ സ്ഥാപനങ്ങൾ, ബ്രിട്ടീഷ് കൗൺസിൽ സ്ഥാപനങ്ങളൊക്കെ അവിടെ ആക്രമിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, കോഫി മേക്കറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആക്രമിച്ചിരുന്നു. ഇന്ന് രാവിലെ ഈ റഷ്യയുടെ 500 ഡ്രോണുകൾ, 24 മിസൈലുകൾ, ഇങ്ങനൊരു ആക്രമണം യുക്രൈനിൽ നടക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ മേഖല, ലുട്സ്ക് എന്നൊക്കെ പറയുന്ന ഭാഗം പോളണ്ടിൻ്റെ അതിർത്തിയിലാണ്. അതായത് യുക്രൈനിലേക്ക് 500 ഡ്രോണുകളിൽ 24 മിസൈൽ ആക്രമണം നടന്ന മേഖല, യുക്രൈനിലെ മേഖല, അത് പോളണ്ടിൻ്റെ അതിർത്തിയിലാണ്. അപ്പോൾ യുക്രൈനിൻ്റെ ഒരു ഭാഗം പോളണ്ടിൻ്റെ അതിർത്തിയിലാണ്. അതിർത്തി പ്രദേശത്ത് ആക്രമണം നടത്തുമ്പോൾ റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ടിലേക്കും ചെന്നിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഷഹീദ് ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ചാവർ ഡ്രോണുകളാണ്. അത് അതിൻ്റെതായ ദൗത്യം നിർവഹിച്ചിട്ട് നശിച്ചു പോകുന്ന ഡ്രോണാണ്. അപ്പോൾ വിമാനത്താവളങ്ങൾക്കൊക്കെ ചുറ്റും വ്യോമമേഖലയൊക്കെ അടച്ചിട്ടുണ്ട്.
യുക്രൈൻ്റെ അടുത്തുള്ള പോളണ്ടിൻ്റെ കിഴക്കൻ മേഖലയിലാണ് ഈ റഷ്യയുടെ ഭീഷണി ഉയർന്നു വന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പോളണ്ടിൻ്റെയും സഖ്യവിമാനങ്ങളും ഈ ആകാശം മറ്റേ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയുടെ ഫെഡറൽ എയർഫോഴ്സിൻ്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. വാഴ്സ ചോപ്പിൻ എയർപോർട്ട് പൂട്ടിയതായിട്ട് അവരുടെ വാർത്തകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യുക്രൈൻ എയർഫോഴ്സും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പോളണ്ടിന്. പടിഞ്ഞാറേക്ക് ഡ്രോണുകൾ ഇവിടെ നിന്ന് പോന്നിട്ടുണ്ട് എന്നുള്ള കാര്യം യുക്രൈൻ എയർഫോഴ്സാണ് പോളണ്ടിനെ അറിയിച്ചത്. റഷ്യയുടെ ഡ്രോണുകൾ നിങ്ങളുടെ അതിർത്തിയിലേക്കും കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പോളണ്ടിലെ സൊമോസ് നഗരത്തിലേക്ക് ഡ്രോണുകൾ വന്നതായിട്ടാണ് യുക്രൈൻ അറിയിച്ചത്. സൊമോസ് നഗരം. ഒരു ഡ്രോൺ റിഷോ, അതായത് പോളണ്ടിൻ്റെ പടിഞ്ഞാറ് റിസോൺ നഗരത്തിലും എത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. പല മണിക്കൂറുകൾ പോളണ്ട് റെഡ് അലർട്ടിലായിരുന്നു. ഇതിനുശേഷം പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞിട്ടുണ്ട് ബെലാറുസ് അതിർത്തി അടയ്ക്കാൻ പോവുകയാണ്. കാരണം അന്തരീക്ഷം ഉത്കണ്ഠാജനകമാണ്, അതുകൊണ്ട് ബെലാറൂസുമായിട്ടുള്ള അതിർത്തി അടയ്ക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് കരോൾ നൊറോക്കി പറഞ്ഞിട്ടുണ്ട് പുട്ടിനെ വിശ്വസിച്ച് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ US സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൾ പറഞ്ഞിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കും സെക്കൻഡറി ഉപരോധം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ബില്ല് കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം അതിൻ്റെ സ്പോൺസറുമാണ്. അപ്പോൾ അങ്ങനെയും നീക്കങ്ങൾ നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ യുക്രൈനെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നൊരു ഭയം അന്ന് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും പങ്കുവച്ചു. അങ്ങനെയാണെങ്കിൽ ആദ്യം ആക്രമണം നടത്തുന്നത് ഒന്ന് പോളണ്ടിലേക്കും പിന്നെ UK ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ ചില ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോകുന്ന ചില സ്ഥലങ്ങളിലെ കസാഖ്സ്ഥാനൊക്കെ പോലെ കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അതെ, അവർക്കും ഒക്കെ ഭയമുണ്ട്. അവരും ഒക്കെ ഈ നാറ്റോയുടെ സഹായമൊക്കെ അപേക്ഷിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ എണ്ണ പൈപ്പ് ലൈനിന്റെ കാര്യമൊക്കെ കസാഖ്സ്ഥാനിൽ കൂടിയൊക്കെ പോകുന്ന പൈപ്പ് ലൈനുകൾ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അടച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ പോളണ്ട് പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം ഈ റഷ്യക്കുണ്ട്. പോളണ്ട് കീഴടക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സോവിയറ്റ് യൂണിയന്റെ കാലത്തും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം പോളണ്ട് രണ്ടാം ലോക യുദ്ധകാലത്തൊക്കെ റഷ്യൻ ചേരിയിലല്ലാത്തത് കൊണ്ടാണ് ഈ ആക്രമണത്തിനൊക്കെ മുതിർന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റഷ്യ ഒരു വിശാല റഷ്യൻ എംപറർ, ആ പഴയ സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് ചക്രവർത്തിയുടെ പുട്ടിൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഈ റഷ്യൻ പഴയ സോവിയറ്റ് യൂണിയൻ അകന്നുപോയ രാജ്യങ്ങളൊക്കെ വീണ്ടും ഇവരിലേക്ക് ഒന്നിക്കാനുള്ള സാധ്യത. ചെക്കോസ്ലോവാക്യ, ഹംഗറി തുടങ്ങി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ടാങ്കുകൾ കയറിയത് ഓർക്കുന്നില്ല. ആ ഡ്യൂബ് ചെക്കിന്റെ ഒക്കെ കൊലപാതകം, അതുപോലത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് തന്നെ സോവിയറ്റ് യൂണിയന്റെ ടാങ്കുകൾ കയറുന്നു. അങ്ങനെ ഉണ്ടായല്ലോ ഹംഗറിയിലേക്കും ബുഡാപെസ്റ്റിലേക്കും ഒക്കെ. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ CH മേനോൻ പാർട്ടി അംഗത്വം രാജിവെച്ച് കൊടുങ്ങല്ലൂരിൽ വീട്ടിൽ വന്നിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ സംഭവം ആ കാലത്ത് ആളുകൾ അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടില് നമ്മുടെ K. ദാമോദരൻ വീട്ടിൽ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞ് തത്വചിന്തയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിചാരിക്കരുത് സഖാവേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്യുതമേനോനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുപോയതെന്ന്. ദേശീയ കൗൺസിലും ഒക്കെ അംഗമായിരുന്ന ഒരാളല്ലേ അന്ന് ആ സമയത്ത്. ചുരുക്കം പറഞ്ഞാൽ പോളണ്ട് കുറച്ച് ഭയപ്പെടേണ്ട കാര്യം തന്നെ ഉണ്ട് അല്ലേ? പോളണ്ടിന് വല്ലാത്ത ഭയമുണ്ട്. കാരണം ബെലാറൂസും അതിർത്തിയിലുണ്ട്. ബെലാറൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഗ്രഹമാണ്, ചട്ടുകം പുട്ടിന്റെ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ആണവ ആയുധങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ടല്ലേ. പിന്നെ യുക്രൈന്റെ അതിർത്തിയിലാണ് ഇതിന്റെ കിഴക്കൻ മേഖല. ഈ പോളണ്ടുമായിട്ട് ചേർന്ന് കിടക്കുന്ന യുക്രൈന്റെ ഭാഗത്ത് തന്നെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് റഷ്യയുടെ ഇപ്പൊ തന്നെ. അപ്പൊ ആ ആക്രമണം കുറച്ചുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ പോളണ്ടിലേക്ക് വരുമല്ലോ. അപ്പൊ ആ ഭയത്തിലാണ് പോളണ്ട് നിൽക്കുന്നത്. അപ്പോൾ പോളണ്ടിലേക്ക് റഷ്യയുടെ ഡ്രോണുകൾ എത്തിയിരിക്കുന്നു, അതും ചാവേർ ഡ്രോണുകൾ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.